പ്രിയപ്രേക്ഷകരെ, റിപ്പോർട്ടർ മെഗാ ബ്രേക്കിംഗ്. റിപ്പോർട്ടറിന്റെ വാർത്തകൾ നീക്കം ചെയ്തത് സാങ്കേതിക പിഴവല്ല, മെറ്റയ്ക്ക് ലഭിച്ച നിയമാഭ്യർത്ഥനയെ തുടർന്ന് എന്ന ഔദ്യോഗിക വിശദീകരണം. റിപ്പോർട്ടറിന് അയച്ച ഇമെയിൽ മറുപടിയിലാണ് മെറ്റയുടെ വിശദീകരണം. സാങ്കേതിക പിഴവ് മൂലമാണ് വാർത്താ കാർഡുകൾ പിൻവലിച്ചത് എന്നായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വ്യാജ പ്രചാരണമുണ്ടായത്. ഇത് പൊളിക്കുന്നതാണ് മെറ്റയുടെ സ്ഥിരീകരണം. ഷഫീഖ് താമരശ്ശേരിയും PR സുനിലും TV പ്രസാദും R റോഷിപാലും VS രഞ്ജിത്തും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ഷഫീഖ് താമരശ്ശേരിയിലേക്കാണ്. ഷഫീഖ്, ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രചാരണമാണ് ഉണ്ടായത് എന്നതുകൂടി ഓർക്കണം. മാത്രമല്ല, ഇത് ഒരു ലോക്കൽ ലീഗൽ നിലപാടിന്റെ പേരിലാണ്, ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ലീഗൽ റിക്വയർമെന്റിന്റെ പേരിലാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, അതൊരു സാങ്കേതിക പിഴവാണ്, AI അപ്ഡേഷന്റെ ഭാഗമായി വന്നതാണ് എന്നതായിരുന്നു വിശദീകരണം. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി മെറ്റ നമുക്ക് അയച്ച മെയിലിൽ പറയുകയാണ്, വി ക്യാൻ കൺഫേം ദാറ്റ് ദ ടേക്ക് ഡൗൺ വാസ് എക്സിക്യൂട്ടഡ് ഇൻ കംപ്ലൈന്റ്സ് വിത്ത് ദ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് റാദർ ദാൻ ഡ്യൂ ടു എ ടെക്നിക്കൽ എറർ. ഇതിനപ്പുറത്ത് എന്ത് വിശദീകരണമാണ് വേണ്ടത്? തീർച്ചയായും മധു സജി, ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റായി ധാരാളം പ്രചരണങ്ങൾ നടന്നിരുന്നു. മെറ്റ വാർത്തകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് മാധ്യമങ്ങൾ അടക്കം കൊണ്ടുപിടിച്ചിരുന്ന വാർത്ത ഇത് ഒരു മെറ്റയ്ക്ക് സംഭവിച്ചൊരു സാങ്കേതിക പിഴവാണെന്നായിരുന്നു. ആ സാങ്കേതിക പിഴവിൻ്റെ ആണ് സംഭവിച്ചതെന്ന് മെറ്റ അധികൃതർ കേരള സൈബർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ മെറ്റ നടത്തിയതിന് സംബന്ധിച്ച ഒരു ഡോക്യുമെന്റും പുറത്തു വന്നിരുന്നില്ല. അങ്ങേയറ്റം വ്യാജമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. സർക്കാരും ഏതാണ്ട് അതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. സർക്കാർ ഒരു വിധത്തിലും വാർത്തകൾ പിൻവലിക്കാൻ വേണ്ടി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ ആ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ തെളിയുന്നു. എന്താണ് റിപ്പോർട്ടറിന്റെ വാർത്തകൾ പിൻവലിക്കപ്പെടുന്നതിന് പിന്നിലെ സാഹചര്യമെന്നും കേരളത്തിൽ ഇത്തരത്തിൽ മെറ്റയ്ക്ക് സംഭവിച്ചൊരു സാങ്കേതിക പിഴവാണ് എന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ടെന്നും കൃത്യമായി ചൂണ്ടിക്കാണിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം ആവശ്യപ്പെട്ട് നമ്മൾ മെറ്റയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ ടീം മെറ്റയുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻ ഒടുവിൽ മെറ്റ നമുക്ക് വളരെ വിശദമായ മറുപടി നൽകിയിരിക്കുന്നു. ആ മറുപടിയിൽ മെറ്റ വളരെ കൃത്യമായി സ്പെസിഫൈ ചെയ്തു പറയുന്നു, ആഫ്റ്റർ തെറോ കൺസൾട്ടേഷൻ വിത്ത് അവർ ടീം വി ക്യാൻ കൺഫേം ദാറ്റ് ദ ടേക്ക് ഓൺ വാസ് എക്സിക്യൂട്ടഡ് ഇൻ കംപ്ലൈന്റ്സ് വിത്ത് എ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് റാദർ ദാൻ ഡ്യൂ ടു എ ടെക്നിക്കൽ എറർ. ഒരു കാരണവശാലും ഇതൊരു സാങ്കേതിക പിഴവല്ല എന്ന് മെറ്റ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു. അതോടൊപ്പം തന്നെ മെറ്റ തുടർന്ന് നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്, ഇത് AI അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച ഒരു കാര്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാം. അങ്ങനെയല്ല, പ്രാദേശികമായ നിയമ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇങ്ങനെയൊരു വാർത്ത പിൻവലിക്കേണ്ടി വന്നിട്ടുള്ളത്, തുടർച്ചയായ വാർത്തകൾ പിൻവലിച്ചത് എന്ന് മെറ്റ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു. അതോടുകൂടി ഇതുവരെ പ്രചരിക്കപ്പെട്ട എല്ലാ വാദങ്ങളും തെറ്റാണെന്ന് തെളിയുകയാണ്. മെറ്റ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഔദ്യോഗികമായ ഒരു നിയമ അഭ്യർത്ഥനയെ തുടർന്ന്. മാത്രമല്ല ഷഫീഖ് താമരശ്ശേരി, അതിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് ഈ റെസ്ട്രിക്ഷൻ വന്നത് എന്നതുകൂടി മെറ്റ വ്യക്തമാക്കുന്നുണ്ട്. അതായത് മെറ്റ ചില ഫോട്ടോകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പേരുകൾ അല്ലെങ്കിൽ ചില ആളുകളുടെ വിവരങ്ങൾ, ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ് വരുത്തിയിരിക്കുന്നത് എന്നത് പറയുകയാണ്. ഒരുപക്ഷെ അതായിരിക്കാം തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എന്നതുകൂടി മെറ്റ വ്യക്തമാക്കുന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിരിക്കാം. പക്ഷെ ആ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മെറ്റ ഇപ്പോൾ നൽകുന്ന ഒരു ഒഫീഷ്യലായ കമ്മ്യൂണിക്കേഷനോടുകൂടി അവസാനിക്കുകയാണ്. മാത്രമല്ല, നമുക്ക് വളരെ കൃത്യമായും തന്നെ ഇനി തുടർന്നുള്ള കമ്മ്യൂണിക്കേഷനിൽ ആരുടെയാണ് ഈ ലീഗൽ റിക്വയർമെന്റ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ ലീഗൽ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മെറ്റ സ്ഥിരീകരിക്കുന്നതോടുകൂടി സർക്കാരിന്റെ വാദം കൂടെ പൊളിയുകയാണ്. ഇനി കൃത്യമായും സർക്കാർ ഇതിന് മറുപടി നൽകേണ്ടി വരും. സർക്കാരിനോ കോടതിക്കോ, ഏതെങ്കിലും ഒരു സർക്കാർ ഏജൻസിക്കോ കോടതിക്കോ അല്ലാതെ മെറ്റയ്ക്ക് ഒഫീഷ്യലി ഒരു ലീഗൽ റിക്വയർമെന്റ് നൽകാൻ കഴിയില്ല എന്നുള്ളത് ഓൾറെഡി മെറ്റ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തന്നെ സർക്കാർ ഇതിന് ഇനി മറുപടി പറയാതെ കഴിയാതെ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് മുന്നിലുണ്ട്.